പത്താം ദിനം ന്യൂറോപ്ലാസ്റ്റിസിറ്റി ആൻഡ് ഹാബിറ്റ് ലൂപ്സ്. റോമാലേഖനം 7-ാം അധ്യായം 15-ാം വാക്യം നമ്മുടെ ഉള്ളിലെ ആന്തരിക സംഘർഷത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹ വ്യക്തമാക്കുന്നു. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, വെറുക്കുന്നതാണ് പ്രവർത്തിക്കുന്നത്. ദൈവശാസ്ത്രപരമായി പറഞ്ഞാൽ ആത്മീയമായി നല്ല ജീവിതം ജീവിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും നമ്മുടെ പഴയ ശീലങ്ങൾ രൂഢമൂലമായി നമ്മിൽ വേരോടിയിരിക്കുന്നത് കാരണം ജഡികമായ തിന്മകളിലേക്ക് വീണ്ടും വീണ്ടും നമ്മൾ പ്രവേശിക്കുന്നു. എന്നാൽ വചനത്തിലൂടെയും ദൈവകൃപയിലൂടെയും ഈ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റാൻ നമുക്ക് സാധിക്കും എന്ന് പൗലോസ്ലീഹ വ്യക്തമാക്കുന്നുണ്ട്. അല്പം മനഃശാസ്ത്രം പറഞ്ഞാൽ ഹാബിറ്റ് ലൂപ്പും ന്യൂറോപ്ലാസ്റ്റിസിറ്റിയും. നമ്മുടെ തലച്ചോർ പ്രവർത്തിക്കുന്നത് ശീലങ്ങളുടെ വലയം ഹാബിറ്റ് ലൂപ്പ് എന്ന തത്വത്തിലാണ്. ഇതിന് 3 ഘട്ടങ്ങളുണ്ട്. 1-ാം ഘട്ടം ക്യൂ, 2-ാം ഘട്ടം റൊട്ടീൻ, 3-ാം ഘട്ടം റിവാർഡ്. ക്യൂ ഒരു പ്രേരണയാണ്. ഉദാഹരണമായി ബോറടിക്കുമ്പോൾ ഫോൺ നോക്കാനുള്ള ഒരു പ്രേരണ. റൊട്ടീൻ എന്ന് പറയുന്നത് പ്രവൃത്തിയാണ്. ഫോൺ നോക്കാനുള്ള പ്രേരണ അനുസരിച്ച് ഈ പ്രവൃത്തി ഞാൻ ചെയ്യുന്നു. 3-ാമത്തെ റിവാർഡ്, അത് ചെയ്യുമ്പോൾ ലഭിക്കുന്ന താൽക്കാലിക സന്തോഷമാണ്. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ പാപം അല്ലെങ്കിൽ മോശം ശീലങ്ങൾ അത് തുടർച്ചയായി ചെയ്യുമ്പോൾ ന്യൂറൽ പാത്വേസ് തലച്ചോറിലേക്ക് പുതിയ വഴികൾ വെട്ടുകയാണ്. സ്ഥിരമായി റോഡിലൂടെ ഒരു വണ്ടി പോകുമ്പോൾ അതിൽ വഴിച്ചാലുകൾ ഉണ്ടാകുന്നത് പോലെ തലച്ചോറിലും ഇതേപോലെ വഴിച്ചാലുകൾ രൂപപ്പെടുന്നു. ഇതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുമോ? സാധിക്കും. നമ്മുടെ തലച്ചോറിന് ന്യൂറോണുകളെ റീവയറിംഗ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പുതിയ ശീലങ്ങൾ പരിശീലിക്കാൻ ആരംഭിക്കുമ്പോൾ പഴയ വഴികൾ മാഞ്ഞു പോവുകയും പുതിയവ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. 2026-ൽ ആരോഗ്യരംഗത്ത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് ബ്രെയിൻ ഹെൽത്തിനെ കുറിച്ചാണ്. ശാരീരികമായ വ്യായാമങ്ങൾക്കൊപ്പം തലച്ചോറിനെ തെറ്റായ ശീലങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നത് ആയുസ്സിൻ്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. പ്രായോഗികമായി എന്ത് ചെയ്യാൻ സാധിക്കും? ആദ്യമായി ബോറടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന തെറ്റായ ശീലം എന്താണെന്ന് മനസ്സിലാക്കുക. ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയ സ്ക്രോളിംഗ് അല്ലെങ്കിൽ പരദൂഷണം പറയൽ. രണ്ടാമതായി അതിൻ്റെ പകരക്കാരനെ കണ്ടെത്തുക. ബോറടി തോന്നുമ്പോൾ ഫോൺ എടുക്കുന്നതിന് പകരം 10 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു ചെറിയ പ്രാർത്ഥന ചൊല്ലുക. കർത്താവേ, ഈ സമയം എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ. മൂന്നാമതായി ഇതിൻ്റെ ആവർത്തനമാണ്. 10 സെക്കൻഡ് വളരെ ചെറിയ സമയമാണ്. ഇത് തലച്ചോറിനെ അധികമായി ഭാരപ്പെടുത്തുന്നില്ല. പതുക്കെ പതുക്കെ തലച്ചോറിൽ പുതിയ ഒരു ചാൽ രൂപപ്പെടും. ഇന്നത്തെ ദിവസം നമുക്ക് ചിന്തിക്കാം, നമ്മുടെ തലച്ചോറ് ഒരു പൂന്തോട്ടം പോലെയാണ്. അവിടെ പാഴ്ചെടികൾ വളരുന്നത് തടയാൻ നമുക്ക് സാധിക്കില്ല. എന്നാൽ മനോഹരമായ നല്ല ചെടികൾ നട്ടുപിടിപ്പിക്കാൻ നമുക്ക് സാധിക്കും. ഇതാണ് പുതിയ ന്യൂറൽ പാത്വേസ്. മനസ്സിൻ്റെ നവീകരണത്തിലൂടെ നമുക്ക് രൂപാന്തരപ്പെടാം. ദൈവം അനുഗ്രഹിക്കട്ടെ.